മന്ത്രി CP ജോൺ നടത്തിയ വിവാദ പരാമർശം നേരത്തെ നമ്മൾ കണ്ടു. ഇപ്പോൾ അതിൽ സംബന്ധിച്ച പ്രതികരണം കൂടി CP ജോണിന്റെ ലഭ്യമാവുന്നു. തന്റെ പരാമർശങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് CP ജോണിന്റെ വാക്കുകൾ. തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. എന്താണ് താൻ പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിച്ചില്ല. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. CP ജോണിന്റെ വാക്കുകൾ അത് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പ്രസംഗിച്ചത് അങ്ങനെയല്ല. പ്രസംഗിച്ചതും ഞാനെടുക്കുന്ന വളരെ കൃത്യമായ നിലപാട് പ്രിയദർശിനി ബസിന്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിന്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്. ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്, ഞങ്ങളുടെ വിജയമല്ല. ഇവിടെ ഇത്രയും കട്ട പിടിച്ച ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ദാരിദ്ര്യമേ എടുത്തു കളഞ്ഞു എന്നാണല്ലോ കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത്. ദാരിദ്ര്യം ഇല്ലല്ലോ, പക്ഷെ ഈ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടായത്, അല്ലേ? അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കണ്ണു തുറക്കണം, ഗവൺമെന്റ് കണ്ണു തുറക്കണം. ഇത്രയധികം ആളുകൾ ഒരു ചെറിയ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയില്ല ആളുകൾക്ക്, അല്ലേ? അവിടെ ഒരു വരാന്തയിൽ പോലും കിടക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ പൊതുജന ആരോഗ്യം, പൊതുഗതാഗതം, ഈ രണ്ട് സ്ഥലത്തും പോവാൻ ആളുകൾക്ക് നിർബന്ധിതരാകുന്ന, അല്ലെങ്കിൽ അവർക്ക് വേറൊരു മാർഗമില്ല പോകാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ കൃത്യമായ സ്പിരിറ്റ്. എന്നാൽ അവർക്ക് ഗവൺമെന്റ് സ്കൂൾ ഫ്രീ ആണെങ്കിലും അവിടെ എല്ലാവരും കുട്ടികളെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു, ഒരു ചെറിയ വിഭാഗമെങ്കിലും, അല്ലേ? എന്തുകൊണ്ട്? അത് ഇതിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവർക്കുണ്ടായ ദാരിദ്ര്യത്തിൽ നിന്ന് അവരുടെ മക്കളെ എങ്ങനെയും രക്ഷിക്കണം. അതുകൊണ്ട് സ്കൂളിൽ ഫ്രീ ആണെങ്കിലും ആ സ്കൂളിലേക്ക് പോവാതെ തന്നെ വേറെ ട്യൂഷൻ കൊടുത്തും മറ്റുള്ള ഫീസ് കൊടുത്തുള്ള സ്കൂളിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനും എല്ലാവർക്കും പറ്റുന്നൊന്നുമില്ല, മനസ്സിലായോ? അപ്പൊ പൊതുജന ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഈ മൂന്നിലുമാണ് ഊന്നേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.